നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ ചിലിയെ നേരിടാനുള്ള ഒരുക്കത്തിലാണ് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയുള്ളത്. വരുന്ന വെള്ളിയാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 ഈ ഒരു മത്സരം നടക്കുക. ഈ ഒരു മത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അർജന്റീനയ്ക്ക് നേരത്തെ തന്നെ ഒരു ശിക്ഷാ നടപടി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ആരാധകരുടെ മോശം പെരുമാറ്റത്തെ തുടർന്ന് ഫിഫ അവരുടെ ആ ഒരു സീറ്റിംഗ് കപ്പാസിറ്റി പരിമിതപ്പെടുത്തിയിരുന്നു. റേസിസ്റ്റ് ചാൻറ്റുകളും ഡിസ്ക്രിമിനേറ്ററി ചാൻറ്റുകളും ആൻറ്റി ഗേ ചാൻറ്റുകളുമൊക്കെ പലപ്പോഴും അർജന്റീന ആരാധകർ നടത്താറുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ശിക്ഷ ഫിഫയിൽ നിന്നും അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഇപ്പോഴിതാ തങ്ങളുടെ സ്വന്തം ആരാധകർക്ക് ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് അർജന്റീന തന്നെ ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ ചാൻറ്റുകളും ഒഴിവാക്കണം എന്നാണ് അർജന്റീന ഇപ്പോൾ തങ്ങളുടെ ആരാധകരോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആ വീഡിയോയിലുണ്ട്. അതിങ്ങനെയാണ്: എന്തെങ്കിലും പ്രകോപനപരമായ ചാൻറ്റുകളോ അതല്ലെങ്കിൽ വിവേചനപരമായ ചാൻറ്റുകളോ ആരാധകർ നടത്തി എന്ന് ഫിഫ കണ്ടെത്തിയാൽ അവർ തീർച്ചയായും ശിക്ഷ ചുമത്തും. അർജന്റീനയിൽ വെച്ചുകൊണ്ട് അടുത്തതായി നടക്കുന്ന മത്സരത്തിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി പരിമിതപ്പെടുത്തുകയാണ് പിന്നീട് ഫിഫ ചെയ്യുക. വിവേചനങ്ങളിലൂടെയും അധിക്ഷേപങ്ങളിലൂടെയും ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരിക്കലും ടീമിനെ സഹായിക്കുകയല്ല ചെയ്യുക, മറിച്ച് അത് മുറിപ്പെടുത്തുകയാണ് ചെയ്യുക. ഇതാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ തങ്ങളുടെ ആ ഒരു വീഡിയോയിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഇത്തരത്തിലുള്ള എല്ലാ ചാൻറ്റുകളും അധിക്ഷേപങ്ങളും ഒഴിവാക്കണം എന്ന് തന്നെയാണ് അവർ ആരാധകരോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. കോപ്പ അമേരിക്ക സെലിബ്രേഷനിടെ അർജന്റീന റേസിസ്റ്റ് ചാൻറ്റ് നടത്തിയത് വലിയ രൂപത്തിൽ ഫുട്ബോൾ ലോകത്ത് വിവാദമായിരുന്നു. ഇത്തരം വിവാദങ്ങളെ തുടർന്നാണ് ഫിഫ ഈ ഒരു കാര്യത്തിൽ വലിയ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചത്. പലപ്പോഴും അർജന്റീന ആരാധകരിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവാറുണ്ട്. ഫിഫക്ക് പരാതിയും ലഭിക്കാറുണ്ട്. അതുകൊണ്ടാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.